അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, യാത്രാ സന്ദർഭങ്ങളിൽ അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേകമായ പ്രാർത്ഥന കാണുവാൻ സാധിക്കും. ഹദീസുകളിൽ ഈ പ്രാർത്ഥന വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്ത വീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദുർബലമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഹസനാണ്, ഹസൻ എന്ന് പറഞ്ഞാൽ സ്വഹീഹ് എന്ന ഹദീസിൻ്റെ പരിധിയിലേക്ക് എത്തുകയില്ലെങ്കിലും ആ സ്വഹീഹിൻ്റെ അത്ര പവർ ഇതിന് ഇല്ലെങ്കിലും ആ സ്വഹീഹായ ഹദീസിൻ്റെ ഹുക്കുമ്, അതായത് സ്വീകാര്യയോഗ്യം എന്ന് പറയാവുന്ന ഹദീസ്, അതിനാണ് ഹസൻ എന്ന് പറയുക. അപ്പോൾ ആ ഹസനാണ് ഈ ഹദീസ് എന്ന് ചില പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ പ്രാർത്ഥന ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ആരെങ്കിലും അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പ്രാർത്ഥന ആരെങ്കിലും നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് 10 ലക്ഷം നന്മകൾ രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ 10 ലക്ഷം തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യും എന്നാണ്. അതോടൊപ്പം അള്ളാഹു തആല അദ്ദേഹത്തിന് സ്വർഗത്തിലൊരു വീടുണ്ടാക്കുകയും ചെയ്യുന്നതാണ് എന്നും ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സാധാരണ പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില പദപ്രയോഗങ്ങൾ ഇതിൽ അധികം വന്നിട്ടുണ്ട് എന്ന് മാത്രം. ഇതിൻ്റെ ആശയവും വിശദീകരണവും നമ്മൾ മുമ്പ് പല സന്ദർഭങ്ങളിലും മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ അംഗീകരിക്കുന്ന, ആ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കുന്ന, ആരാധനക്കർഹനായും എല്ലാ അധികാരങ്ങൾക്കും ഉടമയായും എല്ലാ സ്തുതികൾക്കും അർഹനായുമൊക്കെ അള്ളാഹു മാത്രമാണ് ഉള്ളത് എന്നുള്ള കലിമത്ത് തൗഹീദിൻ്റെ ആ പ്രഖ്യാപനം ഉൾക്കൊള്ളുന്ന ദിക്റാണ് ഇത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത്. അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. അള്ളാഹുവിൻ്റെ മാത്രം വിശേഷണങ്ങളാണ്. വഹുവ ഹയ്യുൻ ലാ യമൂത്ത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ യമൂത്തു, അവനെന്തില്ല, മരണമില്ല. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യാണ്, ജീവിച്ചിരിക്കുന്നവനാണ്, എന്നെന്നും ജീവനുള്ളവൻ, ജീവിച്ചിരിക്കുന്നവനാണ്, മറ്റുള്ളവരെല്ലാം നിയന്ത്രിക്കുന്നവനാണ്, അവൻ സ്വയം നിയന്താവാണ്. ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിശേഷിപ്പിക്കുകയാണ്. ബിയദിഹിൽ ഖൈറു, എല്ലാ നന്മകളും അവൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് വേണം നമുക്ക് എല്ലാ നന്മകളും ലഭിക്കാൻ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അപ്പോൾ ഇതാണ് ആ ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടികളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ചൊല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. ഇനി യാത്ര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കെ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ, നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ കയറ്റം കയറുമ്പോൾ, വിമാനത്തിലാണെങ്കിൽ വിമാനം ഉയരുമ്പോൾ, വാഹനത്തിലാണെങ്കിൽ വാഹനങ്ങൾ കയറ്റം കയറുമ്പോൾ, ഇങ്ങനെ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ സ്വഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട് ഉച്ചത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചതാണ്. ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കൊക്കെ പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ ഉച്ചത്തിലല്ല, എന്നാൽ അല്ലാഹു തആലയോട് പറയുകയാണ്. അല്ലാഹ് എല്ലാം കേൾക്കുന്നവനാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരാൾ തൻ്റെ ശബ്ദത്തോടു കൂടി തന്നെ നാവ് അനക്കിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുക. അതേപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എത്ര ഉയരങ്ങളിലേക്ക് കയറിയാലും അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ആർക്കും ഒരു കിബർ, അഹങ്കാരം തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ അവൻ അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നവൻ പറയണമെന്ന് പഠിപ്പിക്കുന്നത്. അതേപോലെ ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ് എങ്കിൽ ഉയരങ്ങളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധവാനാണ് എന്നും അത് നിർവഹിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യാത്രാവേളകളിൽ ഇതെല്ലാം നമുക്ക് പ്രതിഫലാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യാത്ര അനുഗ്രഹീതപൂർണവും അതോടൊപ്പം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ആ അള്ളാഹു നമ്മുടെ സംരക്ഷണവും സഹായവും ഏറ്റെടുത്തുകൊണ്ട് ഒരു സന്തോഷകരമായ യാത്രക്ക് സാധ്യമാവുകയാണ് ഇത്തരം ദുആകളും ദിക്റുകളും ഒക്കെ നിർവഹിക്കുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.